മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ അദ്ദേഹം 8 മണിക്ക് ബോംബെയിൽ നിന്ന് ബാരാമതിയിലേക്ക് പോയതാണ്. ഒരു സ്പെഷ്യൽ വിമാനത്തിലാണ് അദ്ദേഹം പോയത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗൺമാനും അദ്ദേഹത്തിൻ്റെ PAയും 2 വിമാന ജോലിക്കാരും 5 പേർ ബാരാമതിയിൽ കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ. അദ്ദേഹം 8 തവണ MLA ആയി. എല്ലാ ഇലക്ഷനിലും അദ്ദേഹം വിൻ ചെയ്തു. ഒരിടത്തും ഇതുവരെ അദ്ദേഹം തോറ്റിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. രണ്ടാമത്, അദ്ദേഹം 1 തവണ ലോക്സഭയെ തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ നാളുകളായി ഭരണം മാറിയാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം കാത്തു സൂക്ഷിച്ച് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് എതിരായി നേരത്തെ ധാരാളം ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബാരാമതിയിൽ അത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കവെയാണ് അപകടമുണ്ടായത്. അത് കണ്ട ചില ആൾക്കാർ വിമാനം താഴ്ന്ന് പെട്ടെന്ന് പറന്നു, എന്നിട്ട് അത് ക്രാഷ് ലാൻഡിംഗ് ആണ്, ഇടിച്ച് വീണപ്പം പൊട്ടിത്തെറിച്ച് മുഴുവൻ കത്തി. ആ മുകളിൽ നിന്ന് താഴേക്ക് വീണ ഉടനെ പൊട്ടിത്തെറിച്ച കൂടാതെ വീണ്ടും ഒരു പൊട്ടിത്തെറിയിൽ കൂടി തറയിൽ വെച്ചുണ്ടായി എന്ന് പറയുന്നുണ്ട്. എന്തായാലും DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, അടിയന്തരമായ അന്വേഷണം പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ മഹാരാഷ്ട്രയിലേക്ക് വരുന്നുവെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ബംഗാളിലെ മുഖ്യമന്ത്രി ഇതിൽ ഒരു അന്വേഷണം അടിയന്തരമായിട്ട് വേണം എന്ന് മമതാ ബാനർജി പറഞ്ഞു. കാരണം അവർക്ക് ഈ പ്ലെയിൻ ക്രാഷിൽ സംശയമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അടിയന്തരമായ ഒരു അന്വേഷണം ഈ പ്രൈവറ്റ് ഫ്ലൈറ്റ് ക്രാഷ് ചെയ്തതിനെപ്പറ്റി വേണം. കണ്ട 1-2 പേരുടെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പത്രങ്ങളിൽ വരികയും ചെയ്തു, അല്ലെങ്കിൽ ന്യൂസുകളിൽ വന്നു. അതിനകത്ത് കൃത്യമായി പറയുന്നത്, അത് ക്രാഷ് ലാൻഡ് ചെയ്ത് ആദ്യം തറയിൽ ഇടിച്ച് അത് പൊട്ടിത്തെറിച്ചു, വീണ്ടും ഒരു പൊട്ടിത്തെറിയും കൂടെ ഉണ്ടായി എന്നാണ് കണ്ടു നിന്നവർ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു സംശയത്തിൻ്റെ മോന അവിടെ ഉണ്ട്. അത് നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടും ആ വിറ്റ്നസ്സസ് കണ്ടതാണ്. അതുകൊണ്ടായിരിക്കണം മമതാ ബാനർജി അതിലൊരു അന്വേഷണം വേണം എന്ന് പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു. നമുക്കിതിന് മുമ്പത്തെ ഒരു അപകടം അറിയാമല്ലോ. നമുക്ക് നേരത്തെ ഉണ്ടായ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ എത്രയോ പേര് മരണപ്പെട്ടു. അത് ടേക്ക് ഓഫ് ചെയ്ത് ഉടൻ തന്നെ അത് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇവിടെ രാവിലെ 8 മണിക്ക് 5 പേര് കയറിയ ആ ഫ്ലൈറ്റ് മഹാരാഷ്ട്രയിൽ നിന്ന് ബാരാമതി വന്നു. അവിടെ ലാൻഡിങ് സമയമായി. 8:45 ലാൻഡ് ചെയ്യുന്ന സമയമായപ്പോഴാണ് ഈ ക്രാഷ് ലാൻഡിങ് ഉണ്ടായതെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. എന്തായാലും അതേപ്പറ്റി ഒരു സിവിൽ ഏവിയേഷൻ്റെ അന്വേഷണം അടിയന്തരമായിട്ട് വേണം. എന്തായാലും 2 പേരുടെ ബോഡി ഹോസ്പിറ്റലിലുണ്ട് എന്നാണ് അറിയുന്നത്. പല ബോഡികളും ചിന്നിച്ചിതറി പോയിട്ടുണ്ടാവണം. ഏതായാലും വാർത്തകൾ വരുമ്പം 2 പേരുടെ ബോഡി ഐഡൻറ്റിഫൈബിളായിട്ട് അത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് എന്നും വരുന്നുണ്ട്. ക്രാഷ് ലാൻഡിലെ അവിടെ നിന്നുള്ള ഡെബ്രീസ് മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കളക്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള ഇനി സിവിൽ ഏവിയേഷൻ്റെ അന്വേഷണത്തിലും അത് കണ്ടെത്താൻ കഴിയുള്ളൂ. എങ്കിലും ഒരു സ്ഫോടനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില അവിടുന്ന് സ്പോട്ടിൽ നിന്ന് പല എവിഡൻസുകളും പോലീസിന് കളക്ട് ചെയ്യാം. ആ ഏരിയ മുഴുവൻ അവർ കവർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ്. അവിടെ നിന്നുള്ള സ്പോട്ടിൽ നിന്നുള്ള എവിഡൻസസ് പോലീസ് കളക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത 2 ദിവസത്തിനകം പ്രാഥമികമായ ഒരു അന്വേഷണം വരും. അപ്പോൾ ഈ ക്രാഷ് ലാൻഡിങ് അല്ലെങ്കിൽ ഈ അപകടത്തിൽ ഈ പ്ലെയിൻ ക്രാഷിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും എന്നാണ് കരുതുന്നത്.